ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ്. ട്രിവാൻഡ്രത്ത് ക്രിസ്മസിൻ്റെ ആ ഒരുക്കങ്ങളും അല്ലെങ്കിൽ സെലിബ്രേഷൻ്റെ ഒരു മൂഡിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് പറയുന്നത് LMS ഗ്രൗണ്ടിലാണ്. അതായത് നമ്മൾ ട്രിവാൻഡ്രത്ത് ക്രിസ്മസ് എന്ന് പറയുന്നത് ആ ഒരു ആഘോഷം വരുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് LMS എന്ന് പറയുന്നിട്ടുള്ള അവരുടെ CSI ചർച്ചിൻ്റെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. സോ കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ അവർ എല്ലാ വർഷവും വലിയ രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യവും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മ്യൂസിയം കഴിഞ്ഞ് LMSൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിവിപുലമായിട്ട് സ്റ്റാറൊക്കെ ഇട്ട് 5000 സ്റ്റാർ ഓളം ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അതൊക്കെ ഇട്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഇറങ്ങി നമുക്ക് ദൂരെ കാഴ്ച തന്നെ നല്ല രസമാണ് കേട്ടോ. അതായത് നമ്മൾ ആ LMS ആ പരിസരം മൊത്തത്തിൽ ആ ഒരു നിയോൺ ലൈറ്റുകളും അതുപോലെ തന്നെ LED ലൈറ്റുകളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറേണ്ട ഒരു സംഗതിയാണ്. അതായത് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ആൾക്കാർക്കെല്ലാം 100 രൂപ. പിന്നെ CSI അവരുടെ ചർച്ചിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ എനിക്ക് തോന്നുന്നു ചർച്ചിൽ അവരുടെ പ്രീസ്റ്റിൻ്റെ പേരും അല്ലെങ്കിൽ ഏത് ഇടവക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അത് 2 ടിക്കറ്റ് കൗണ്ടറുകളും സെപ്പറേറ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാഴ്ച. അപ്പം റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അതിൻ്റെ മുന്നിലോട്ട് വന്നു. അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകളും വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇത് 21-ാം തീയതിയത്തെ കാഴ്ചകളാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം ആളും കുറവാണ്, തിരക്ക് കുറവാണ്. തിരക്ക് കുറവാൻ്റെ കാര്യം വേറൊന്നുമല്ല, നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പരിപാടി തൊട്ടടുത്ത ദിവസം ആണ് ഉദ്ഘാടനം. അപ്പോൾ അതും കൂടെ കഴിയുമ്പം ഈ ഏരിയ മൊത്തത്തിൽ ഈ സമയത്ത് നമുക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. അപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ ഫ്രണ്ടിലെത്തി. ഫ്രണ്ടിൽ നമുക്ക് കാഴ്ചയിൽ തന്നെ കാണാം ഒരുപാട് സ്റ്റാറുകളാണ് നല്ല കിടിലനായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണുന്നതിനേക്കാളും നേരിട്ട് ചെന്ന് കാണാൻ കുറച്ച് ഭംഗിയാണ്, നല്ല രസമാണ് കേട്ടോ. ആ ഒരു ആംബിയൻസിൽ നിൽക്കാൻ നമ്മളൊരു ക്രിസ്മസിൻ്റെ ആ ഒരു ആംബിയൻസിൽ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഫാമിലിയായിട്ടൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറേ നേരം ഈ ഭാഗത്ത് നിന്ന് കുറേ നേരം കാഴ്ചകൾ ഒരുപാട് ആസ്വദിച്ചു, ഒരുപാട് വീഡിയോ എടുത്തു, ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഫോട്ടോസൊക്കെ മസ്റ്റാണല്ലോ, എന്തായാലും ക്രിസ്മസ് ആണ്, സെലിബ്രേഷൻ മോഡാണ്. അപ്പം എന്തായാലും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടില്ലെങ്കിൽ പിന്നെ എന്തൊന്ന് ന്യൂ ജനറേഷൻ ക്രിസ്മസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അകത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് LMS കോമ്പൗണ്ടാണ്. LMS കോമ്പൗണ്ടിൽ തന്നെ അവരുടെ കെട്ടിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഈ ഒരു എൻട്രിയിൽ നിന്നും കുറച്ച് അകത്തോട്ടാണ്. നമ്മൾ ആ ദൂരെ കാണുന്ന ആ ആർട്ടിൻ്റെ ആ ഭാഗത്താണ് എൻട്രി വരുന്നത്. അപ്പം LMS എന്ന് പറഞ്ഞാൽ അതായത് അവരുടെ ചർച്ചിൻ്റെതായിട്ടുള്ള സ്ഥാപനങ്ങളും മറ്റ് ഓഫീസുകളും കാര്യങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് അവിടെയാണ്. അപ്പം അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിനകത്താണ് അവരുടെ ഈ മറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കാഴ്ചകൾ നമുക്ക് കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്താണ്. അപ്പം അതിന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിനകത്ത് അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. സ്റ്റാറുകൾ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. കാര്യം ഈ ഒരു കോമ്പൗണ്ട് മൊത്തത്തിൽ നല്ല രീതിയിൽ സ്റ്റാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഫസ്റ്റ് കൗണ്ടറാണ് ചർച്ച് അതിലോട്ട് പോകുന്ന, അതായത് അവരുടെ CSI ചർച്ചിൽ പോകുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് കൗണ്ടറും, ഇപ്പോൾ കാണുന്ന ഈ 2 കൗണ്ടർ ഉള്ളത് നമുക്ക് സാധാരണ നോർമൽ പബ്ലിക്കിനും ടിക്കറ്റ് എടുക്കേണ്ട ഒരു കൗണ്ടറാണ്. അപ്പോൾ അവിടെ GPay എല്ലാം അവൈലബിൾ ആണ്. GPay വെച്ചിട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് ചെയ്യാം. നമ്മൾ പോകുന്ന എത്ര പേരാണോ അതിൽ ഒരാളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കുമ്പോഴത്തേക്കും അവർ ടിക്കറ്റ് അതിൻ്റെ ക്യാഷും കൂടെ അടച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ടിക്കറ്റ് തരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത്. ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്നാണ് അവർ പേരിട്ടേക്കുന്നത്, പേര് ഫെസ്റ്റ്. അപ്പോൾ നമ്മളങ്ങനെ 400 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നത് തന്നെ ഒരു ലൈറ്റ് കേവ് ആണ്. LED ലൈറ്റ് വെച്ചിട്ടൊരു കേവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. നമുക്കിവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. ഇന്ന് തിരക്ക്, അതായത് റഷ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നോർമൽ ഒരു സംഭവത്തിൽ വരുന്ന റഷ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നാളത്തെ തൊട്ടടുത്ത ദിവസത്തെ കാഴ്ചകൾ എങ്ങനെയാണ്, ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് പോയി തന്നെ അറിയണം.
ഇനി അവിടെ നിന്ന് നേരെ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തായിട്ടൊരു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ കാണുന്നത് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ട്രീ, അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്നുള്ള രീതിയിൽ അവരൊരുക്കിയിട്ടുള്ള ഇത്രയും അടി ഉയരത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു രൂപമാണ്. ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്നത് പുൽക്കൂടാണ്, നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള പുൽക്കൂട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് മിക്കതും, അതായത് ഒരു ഭൂരിഭാഗം ആൾക്കാരും ഫാമിലി ആൾക്കാരാണ് കേട്ടോ. ഈ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു അത്യാവശ്യം അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ഫാമിലീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഇവരുടെ കോമ്പൗണ്ട് മൊത്തത്തിൽ ഇതാണ് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിയോൺ ലൈറ്റുകളും അതുപോലെ തന്നെ LED ലൈറ്റുകളൊക്കെ വെച്ച് ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി അവിടെ നിന്ന് നേരെ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നിയോൺ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് രൂപങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതാണ് കാണുന്നത്, വലിയൊരു ക്രിസ്മസ് ട്രീ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഒരു പച്ച കളറിലുള്ള എന്തോ ഒരു ഷീറ്റോ എന്തോ വിരിച്ചേക്കുന്നതാണ്. നല്ല രീതിയിൽ മെനക്കെട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊരു ചെയ്തെടുക്കണമെങ്കിൽ നല്ല എക്സ്പെൻസും ആണ്, ഇത് മെനക്കേടുമാണ്. നല്ല രീതിയിൽ അവർ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഈ റഷ് ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു സ്ഥലമാണ്. മറ്റൊരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു അവരുടെ സ്ഥാപനത്തിലെ ആൾക്കാരും ജീവനക്കാരും ഉണ്ടാക്കി വെച്ച പുൽക്കൂട്, ചെറിയ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ച ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് നടക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇതുപോലെ ഒരു നടു ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ നഴ്സിംഗ് കോളേജുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട്സൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നിയോൺ വെട്ടങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്ന ഒരു പ്രദർശനമാണ്. ഈ പ്രദർശനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിനകത്ത് ഇടായിട്ട് പാടാണ്. കാര്യം ഒരു മനുഷ്യൻ്റെ ഓർഗൻസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു ഇവരുടെ തന്നെ മാനേജ്മെൻറ്റിലുള്ള മെഡിക്കൽ കോളേജുകളുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്കൊരു, അതായത് നമ്മുടെ ഓർഗൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഗർഭസ്ഥ ശിശുക്കൾ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ കാഴ്ചകളാണ്. അപ്പോൾ ഈ വെറും കാഴ്ചകൾ മാത്രമല്ല, അതായത് ഡിസംബർ 21 മുതൽ ജനുവരി 1 വരെയാണ് ഇതിൻ്റെ പ്രദർശനം വച്ചിട്ടുള്ളത്. പ്രദർശനം മറ്റു വിപണന മേളയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ തന്നെ നമുക്ക് ഇവിടെ കലാപരിപാടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വിധു പ്രതാപിൻ്റെ ഗാനമേള, അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവങ്ങൾ, മജീഷ്യൻ സാമ്രാട്ടിൻ്റെ മാജിക് ഷോ ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ദിവസങ്ങൾ അതിൻ്റെ ചാർട്ട് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വന്ന് അത് ആസ്വദിക്കാം. അതിനൊന്നും പ്രത്യേകം ചാർജില്ല. ഈ ഒരൊറ്റ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളെല്ലാം ആസ്വദിക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഒരു സാന്റാക്ലോസിൻ്റെ വലിയൊരു രൂപം കണ്ടു. അത് നല്ലൊരു ഭംഗിയാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഒരു രസമുണ്ട്. നമ്മുടെ കോൺട്രാസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, നല്ല ക്ലാരിറ്റി ഫോട്ടോ കിട്ടുന്നുണ്ട്. ആ ലൈറ്റപ്പ് എങ്ങനെയോ നല്ല രീതിയിൽ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ഫോട്ടോസും മറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് തന്നെ ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കലാപരിപാടികളുണ്ട്. അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ കലാപരിപാടികളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഒറ്റ ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. പിന്നെ പാർക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ്. കാര്യം പാർക്കിങ്ങിന് ഇവരുടെ പള്ളിയുടെ കോമ്പൗണ്ടിലൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതൊക്കെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പാർക്കിങ് മറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പത്രത്തിലൊക്കെ അതിൻ്റെ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് എന്നതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ വരും. അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പാർക്ക് ചെയ്യണം. എന്തായാലും മറ്റേ കേരള സർക്കാരിൻ്റെ ഒരു ഇതും കൂടെ വരുമ്പോൾ അവരുടെ സ്റ്റാളും മറ്റ് കാര്യങ്ങളൊക്കെ കനകക്കുന്നിൽ ഓപ്പൺ ആവുന്ന സമയത്ത് അവർ പാർക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് നടന്നു വന്നാൽ മതി. മ്യൂസിയം അതുവഴി നടന്ന് താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ ഇതും കൂടെ കാണാം. അപ്പോൾ 22-ാം തീയതി മുതൽ 1-ാം തീയതി വരെ നമുക്ക് ഈ കാഴ്ചകളോടൊപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചകളും കാണാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അതിലും ടിക്കറ്റ് വച്ചിട്ടാണ് എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഓണപ്പരിപാടി വരുമ്പോഴാണ് കനകക്കുന്നിൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാൻ പറ്റുന്നത്. ഇതൊക്കെ അത്യാവശ്യം ടിക്കറ്റ്, ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും അകത്ത് കയറി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ ഈ ഒരു കാഴ്ചകളിലോട്ട് കണ്ടിനി പോകുന്നത് ഒരു കേവിലോട്ടാണ്. ഒരു
ഒരു മിസ്റ്റോറിയസ് കേവ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെ നടന്ന് നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ മൊത്തം ഫാമിലിയായിട്ട് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാര്യം നമുക്ക് അവർക്കും വലിയ ഇതില്ലാത്ത അടിപൊളിയായിട്ട് തള്ളു കാര്യങ്ങളൊന്നും ഇല്ലാതെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം ഒരു ക്രിസ്മസ് ആയിട്ട്. ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പുൽക്കൂടല്ല, ഒരു യേശുവിൻ്റെ ജനനം അതിനെ ഒരു പിക്ചറൈസ് ചെയ്യുന്നത് പോലെ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ഇതൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ബിംബങ്ങളൊക്കെ വരുന്നത് വലിയ ബിംബങ്ങളാണ്. അതവർ ഉണ്ടാക്കിയതാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ കൊള്ളാം, നല്ല രീതിയിൽ അതും ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ലൈറ്റപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. റഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോട്ടോസ് മറ്റു കാര്യങ്ങൾ എടുക്കുന്നതിലൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ രാത്രി സമയമാണല്ലോ, നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ ഈ ഓണ സമയത്തിനൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് രാത്രി എന്നാലും ഹ്യൂമിഡിറ്റി ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നല്ല തണുപ്പാണ്. നല്ല ഒരു അടിപൊളി ഒരു വൈബ് അന്തരീക്ഷമാണ്. നമ്മളിപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തണുപ്പിൻ്റെ കാലാവസ്ഥയാണല്ലോ. ആ കാലാവസ്ഥ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെയും രാത്രിയൊക്കെ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ആ തണുപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ഇതുപോലത്തെ കാഴ്ചകളും നിയോൺ ലൈറ്റും പിന്നെ ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള ആ ഒരു വൈബൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് ചിൽ ഔട്ട് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങൾ ട്രിവാൻഡ്രത്തുണ്ട്. അതെല്ലാം നമ്മൾ പരിചയപ്പെടുത്താണ്. ഇവിടെ നമ്മൾ പിന്നെ കയറുന്നത് എന്ന് പറയുന്നത് ഒരു ബേഡ്സിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പാണ്. അതായത് ലൈവായിട്ട് ബേഡ്സിനെ നമുക്ക് നമ്മുടെ അടുത്ത് കാണാൻ പറ്റും. കൂടുതൽ വലിയ വെറൈറ്റി ബേഡ്സൊന്നുമില്ല. കൂടുതലും ലവ് ബേഡ്സും അതുപോലെ തന്നെ ഫിഞ്ചേഴ്സിൻ്റെ ചില വെറൈറ്റികൾ ഒക്കെയാണ്. പിന്നെ ഇതുപോലത്തെ ഒരു പാമ്പ്, പെറ്റായിട്ടുള്ളൊരു പാമ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയുള്ള ഒരു ചെറിയ കൗതുക കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം പാമ്പിനെ എടുക്കുന്നുള്ളവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്, അത് നമുക്ക് ചെയ്യാം. പിന്നെ കുറേ പ്രാവുകൾ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ലവ് ബേഡ്സ്, പിന്നെ ഫിഞ്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. അത് തിന്നുന്നത് അടുത്ത് നിന്ന് കാണാം. കൂടുതൽ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് കുട്ടികളാണ്. കാരണം കുട്ടികൾ കുറച്ച് നല്ല കൗതുകമാണല്ലോ ഇതുപോലത്തെ കിളികളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം വീട്ടിലൊക്കെ വളർത്തുന്നതാണെങ്കിലും ഇത്രയും അധികം സാധനത്തിൻ്റെ അടുത്ത് കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെ നമ്മൾ വന്നതിൽ വലിയ എന്തെങ്കിലും ഒരു കാഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഇത്രയും വന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ തോന്നിയത് ആ ഒരു ടിക്കറ്റ് ചാർജ് ഒരു 100 രൂപ എന്നുള്ളത് വേണ്ടായിരുന്നു. കാര്യം അതിന് മാത്രം ഇല്ല. എങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത്യാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണത വരണമെങ്കിൽ തീർച്ചയായും അടുത്ത് കനകക്കുന്നിലുള്ള അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എത്രയും ട്രാവൽ വരുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെയാണ് സ്റ്റേജ് എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എല്ലാ ദിവസങ്ങളിലും കലാപരിപാടികളും മറ്റും നടക്കുന്നത്. അത് നമുക്ക് കാണാം. അവിടെ നിന്ന് നമുക്ക് പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അതിനുള്ള കൊച്ചു സ്റ്റാളുകളുണ്ട്. ഫുഡ് കോർട്ട് നമ്മൾ ചെന്ന സമയത്ത് ഏകദേശം ഫുഡൊക്കെ തീർന്നു. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും എടുക്കാത്തത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ ഐക്കോണിക്കായിട്ടുള്ള ഒരു പള്ളിയുടെ ഒരു സെറ്റപ്പാണ് ഇത്. നമ്മളിപ്പോൾ പാളയം ചർച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ഒരു ചർച്ച് ഭയങ്കര ഒരു വെറൈറ്റി ലുക്കാണ്. അതായത് നമ്മളെ ഈ പകൽ സമയത്തായിരുന്നാലും ഇതുപോലെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നാലും ഒരു യൂറോപ്യൻ ടച്ചുള്ള ഒരു ചർച്ച് ബിൽഡിങ്ങാണ്. ഒരു വല്ലാത്ത ഫീലാണ്. ട്രിവാൻഡ്രം നമ്മൾ എപ്പോഴും ഈ ഇപ്പം തമ്പാനൂർ കിഴക്കേക്കോട്ടൊക്കെ പോകുമ്പം പാളയം പാസ് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ നോക്കിപ്പോകുന്ന ഒരു ചർച്ച് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഐക്കോണിക്കായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ചർച്ച്, ആ ഒരു ഭാഗമൊക്കെ അടിപൊളിയായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കണ്ടിട്ട് കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിരിക്കാം. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് പാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഈ പാർക്കിംഗ് എന്തായാലും അടുത്ത ദിവസം 22-ാം തീയതി മുതൽ ഒരിക്കലും ഈ ഒരു പാർക്കിംഗ് നമുക്ക് തികയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടിക്കറ്റ് 100 രൂപയ്ക്ക് 100 രൂപ കൊടുത്ത് അകത്ത് കയറാനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു ക്രിസ്മസ് ആ ഒരു ആഘോഷം, ആ ഒരു വൈബ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ സൂപ്പറാണ്. പിന്നെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കനകക്കുന്നിലും കൂടെ ആ ഒരു വൈബും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ. പിന്നെ ഒന്നും പറയേണ്ട, അൾട്ടിമേറ്റാണ്. അപ്പം ആഘോഷങ്ങൾ എപ്പോഴും
ട്രിവാൻഡ്രത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. ചിലപ്പം ഓണമാണെങ്കിലും ആഘോഷം, ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം അടിപൊളിയായിട്ട് ആഘോഷിക്കും. IFFK കഴിഞ്ഞു. ഇനി ഇത് കഴിയുമ്പോഴേക്കും വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് മറ്റു കാര്യങ്ങൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കും. പല ബാൻഡ്സിൻ്റെയും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം എപ്പോഴും ഇതാണ് എൻഗേജ്ഡ് ആയിരിക്കും. ഇനി അടുത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉടനെ വരും. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു വൈബ് സിറ്റിയാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റു എപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു സിറ്റി. അപ്പം അതിൻ്റെ ക്രിസ്മസ് ആരവങ്ങളിലോട്ടും വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ LMSൻ്റെ കാഴ്ചകളാണ്, LMS കോമ്പൗണ്ടിലെ ക്രിസ്മസ് കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പം ഇനി അടുത്ത 2-3 വീഡിയോസിലൂടെ നമുക്ക് ഇപ്പം പുത്തൻതോപ്പ് അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കൂടെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെട്ടുകാട് ചർച്ച്, അപ്പോൾ അവിടെയുള്ള വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ടുള്ള അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നവരാണെങ്കിൽ തീർച്ചയായും രാത്രി സമയത്ത് അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക, ഒരു ക്രിസ്മസ് വൈബൊക്കെ ഒന്ന് ആസ്വദിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് പോകാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ടു, ഇനി നേരെ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും നമുക്ക് ബൈ ബൈ.